അടുത്ത നിയമസഭാ ഇലക്ഷന് ഇനി 1.5 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. 2026 നിയമസഭാ ഇലക്ഷൻ. 26 നിയമസഭാ ഇലക്ഷനിലേക്കുള്ള കരുക്കൾ UDF ഇപ്പോഴേ നീക്കി തുടങ്ങി എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്ത് വന്നു തുടങ്ങിയിട്ടുള്ളത്. മാതൃഭൂമിയിൽ വന്ന വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ സീറ്റുകൾ വെച്ച് മാറാനുള്ളൊരു നീക്കം UDFനകത്ത് ലീഗും കോൺഗ്രസും തമ്മിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. കഴിഞ്ഞ ഒരു 20 വർഷത്തെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് കോഴിക്കോട് ജില്ലയിൽ ഒരൊറ്റ MLA പോലുമില്ല. ഈ കഴിഞ്ഞ 2021 നിയമസഭാ ഇലക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ UDFന് 2 MLAമാർ മാത്രമേ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അത് ഒന്ന് ലീഗിനാണ്, ഒന്ന് KK രമയുടെ പാർട്ടിക്കാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഒരൊറ്റ MLA പോലുമില്ല കോഴിക്കോട് ജില്ലയിൽ. അത് മാറ്റാനും മാത്രമല്ല മലബാറിന് പുറത്തേക്ക്, പ്രത്യേകിച്ച് മലപ്പുറത്തിന് പുറത്തേക്ക് വളരാനുമാണ് ലീഗ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഗ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനകത്ത് മലപ്പുറത്തേക്ക് മാത്രമായിട്ട് ഏകദേശം ചുരുങ്ങിപ്പോയെന്ന് പറയാമായിരുന്നു. മലപ്പുറത്തും കാസർഗോഡ് മാത്രമാണ് ലീഗിന് വ്യക്തമായിട്ടൊരു മേൽക്കോയ്മ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് 2021 നിയമസഭാ ഇലക്ഷനിൽ. ബാക്കിയുള്ള മലപ്പുറത്തിന് പുറത്തും കാസർഗോഡിന് പുറത്തും ലീഗ് വല്ലാണ്ട് പുറമോട്ട് പോയിരുന്നു. കോഴിക്കോട് ജില്ലയിലെ MK മുനീറിൻ്റെ സീറ്റ് മാത്രമായിരുന്നു ഏകദേശ ആശ്വാസം. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു മാറ്റം കണ്ടെത്താനുള്ള നീക്കമായിട്ടാണ് ഇപ്പോൾ ലീഗും മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് 6 സീറ്റുകളിനകത്താണ് ഇപ്പോൾ ഒരു കൈമാറ്റ ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് തിരുവമ്പാടിയും പട്ടാമ്പിയാണ്. തിരുവമ്പാടി നിലവിലത്തിരിയിൽ CPMൻ്റെ MLA ആണുള്ളത്, പട്ടാമ്പിൽ CPIയുടെ MLA ആണുള്ളത്. തിരുവമ്പാടി നിലവിലത്തെ രീതിയിൽ ലീഗ് മത്സരിക്കുന്ന മണ്ഡലമാണ്. ലീഗിന് പകരം തിരുവമ്പാടിയിൽ കോൺഗ്രസ് മത്സരിച്ചാൽ നല്ലതായിരിക്കുമെന്നാണ് കോഴിക്കോട്ടെ കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മണ്ഡലം ലീഗിന് കൊടുക്കാമെന്നും ലീഗും കോൺഗ്രസ് തമ്മിൽ അങ്ങനെ വെച്ചുമാറ്റം കൊണ്ടുവരികയാണെങ്കിൽ 2 മണ്ഡലത്തിലും കാര്യമായൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുമാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുവമ്പാടി കോൺഗ്രസ് ഏറ്റെടുക്കുകയും പട്ടാമ്പി ലീഗിന് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 2 മണ്ഡലത്തിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന 2 മണ്ഡലമാണ് പേരാമ്പ്രയും കൊയിലാണ്ടിയും. ഈ 2 മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ 2021 നിയമസഭാ ഇലക്ഷൻ ജയിച്ചത്. കൊയിലാണ്ടിൽ കാനത്തിൽ ജമീലയും പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനുമാണ് ജയിച്ചത്. ഈ 2 മണ്ഡലങ്ങളും പരസ്പരം വെച്ച് മാറുകയാണെങ്കിൽ പേരാമ്പ്രയിൽ കഴിഞ്ഞ തവണ ലീഗായിരുന്നു മത്സരിച്ചത്, അവിടെ കോൺഗ്രസ് മത്സരിക്കുകയും കൊയിലാണ്ടിൽ ലീഗ് മത്സരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വ്യക്തമായ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നും 2024 ലോക്സഭാ ഇലക്ഷൻ പോലെ ഒരു ലീഗിന് പ്രത്യേകിച്ച് ഒരു മേൽക്കോയ്മ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പേരാമ്പ്രയും കൊയിലാണ്ടിയും വെച്ച് മാറാനും താല്പര്യപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മാധ്യമ വാർത്ത സൂചിപ്പിക്കുന്നത്. അതിനുശേഷമുള്ള മണ്ഡലം കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ നിയമസഭാ മണ്ഡലവും അഴീക്കോട് നിയമസഭാ മണ്ഡലവും വെച്ച് മാറാനും അവർ പറയുന്നുണ്ട്. അഴീക്കോട് നേരത്തെ KM ഷാജി ആയിരുന്നു MLA. 2021 നിയമസഭാ ഇലക്ഷനിൽ KM ഷാജിയെ മലർത്തി അടിച്ചുകൊണ്ട് KV സുമേഷാണ് അവിടെ ജയിച്ചത്. മാത്രമല്ല കണ്ണൂർ മണ്ഡലം തുടർച്ചയായിട്ട് രാമചന്ദ്രൻ കടന്നപ്പള്ളി, നിലവിലത്തെ മന്ത്രി കൂടിയുള്ള രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ജയിക്കുന്നത്. ആ 2 മണ്ഡലവും പരസ്പരം വെച്ച് മാറുകയാണെങ്കിൽ കണ്ണൂർ മണ്ഡലത്തിൽ മുസ്ലിം ലീഗും അഴീക്കോട് മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കാനും മാറ്റമുണ്ടാകുമെന്നും ലീഗിന് കുറച്ചുകൂടെ സ്വാധീനമുള്ളത് കണ്ണൂർ മണ്ഡലത്തിലാണ്. അഴീക്കോട് മണ്ഡലത്തിനേക്കാൾ കൂടുതൽ സ്വാധീനം അവർ കണ്ണൂർ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ ജയിക്കാൻ ലീഗിൻ്റെ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ UDFന് ജയിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മലബാറിൽ ഈ 6 മണ്ഡലങ്ങളിൽ ഒരു കൈമാറ്റ ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 6 മണ്ഡലങ്ങൾ ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയ മാറ്റം രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല 2021 നിയമസഭാ ഇലക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ മലബാറിൽ LDFൻ്റെ തേരോട്ടമായിരുന്നു. പ്രത്യേകിച്ച് പരിശോധിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ല ഒഴിച്ച്, മലപ്പുറവും വയനാട് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ജില്ലയിലും വ്യക്തമായൊരു സ്വാധീനം കൊണ്ടുവരാൻ LDFന് സാധിച്ചിരുന്നു. വയനാട് ജില്ലയിൽ കൽപ്പറ്റ മണ്ഡലത്തെക്കുറിച്ച് വേറെ ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അതും ഈ വരുന്ന 2026 ഇലക്ഷനിൽ മാറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വയനാട് അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റത്തില്ല. മലപ്പുറം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ജില്ലയിലും LDFന് വ്യക്തമായ സ്വാധീനവും മേൽക്കോയ്മയും ഉണ്ടാക്കിയെടുക്കാൻ 2021 സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൈമാറ്റ ചർച്ച നടക്കുകയാണെങ്കിൽ ആ മേൽക്കോയ്മയെ മാറ്റി നിർത്താൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ UDF പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സീറ്റുകൾ പരസ്പരം ലീഗും കോൺഗ്രസും വെച്ച് മാറാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറ്റിയാൽ തന്നെ
2026 നിയമസഭാ ഇലക്ഷനിൽ ഈ മണ്ഡലങ്ങളിൽ UDF ജയിക്കാനാകുമോ എന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. 2021 നിയമസഭാ ഇലക്ഷനിൽ കൊയിലാണ്ടി മണ്ഡലത്തിൽ കാനത്തിൽ ജമീലയ്ക്കെതിരെ ഒരുപാട് വർഗീയപരമായ ആക്രമണം വരെ അവിടെ നടത്തിയിരുന്നു. എന്നിട്ടും കാനത്തിൽ ജമീല തന്നെയാണ് കൊയിലാണ്ടി മണ്ഡലത്തിൽ ജയിച്ചത്. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ അതിവിദഗ്ധമായിട്ട് മികച്ച ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. തിരുവമ്പാടി പട്ടാമ്പി അതുപോലെ തന്നെയായിരുന്നു. UDF എന്തെങ്കിലും ഒരു മത്സരം കാഴ്ചവെക്കാനായത് കണ്ണൂർ മണ്ഡലത്തിൽ മാത്രമായിരുന്നു 2021 നിയമസഭാ ഇലക്ഷനിൽ. ബാക്കിയുള്ള 5 മണ്ഡലത്തിലും വ്യക്തമായ സ്വാധീനത്തോടെ തന്നെയാണ് LDF ജയിച്ചത്. അഴീക്കോട് മണ്ഡലത്തിൽ ഷാജി തന്നെ ജയിക്കുമെന്നാണ് തുടർച്ചയായിട്ട് UDF പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്ത് പ്രസവൻറ്റീവ് തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഷാജിയെ സുമേഷ് തോൽപ്പിക്കുമെന്ന്. അന്നാരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ സുമേഷ് വ്യക്തമായിട്ട് വിജയിച്ചു വരികയാണ് ചെയ്തത്. ഇങ്ങനൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ, സ്ഥാനാർത്ഥികൾ മാറിക്കഴിഞ്ഞാൽ ജയിക്കാനാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനത്തെ ഒരു നീക്കമാണ് അവരിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. 2026 നിയമസഭാ ഇലക്ഷന് വേണ്ടി UDF ഇപ്പോഴേ ആരംഭിച്ചു എന്നാണ് മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത്.